സർ, ജാൻമണി ദാസ് എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ യുവതി നടത്തിയിട്ടുള്ള ഒരു പരാമർശം, പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ഏറെ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ. അപ്പോ അവർക്കെതിരെ പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചു അല്ലെങ്കിൽ അപമാനിച്ചു എന്ന തരത്തിലാണ് ആ സ്റ്റേറ്റ്മെന്റ് സാർ കേട്ട് കാണുമല്ലോ. അപ്പോ ആ ഒരു വിഷയത്തില് BJP അനുഭാവികള് കേരളത്തിലുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസുമായിട്ട് മൂവ് ചെയ്യാണ്. എല്ലാ സ്ഥലത്തും അവരെ ഇതാക്കുകയാണ്. അപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തില് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഒരു ലീഗൽ വശം എന്താണ് സർ? അവർ പറഞ്ഞത് ക്രിമിനൽ ഒഫൻസിൽ വരുന്ന ഒരു കാര്യമാണോ? ഇത് ലീഗലി പോയി കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കും അവർ എഫക്ട് ചെയ്യുക? ഇത് ലീഗലി പോയി കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡർ വുമൺ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യം. ഹലോ, കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. അവര് ആ വീഡിയോയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അതെ, ഒരിക്കലും അല്ല. അതേസമയം കേസെടുക്കാവുന്ന ഒഫൻസുമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് വെറും അപകീർത്തിപ്പെടുത്തലിന്റെ പരിധിയിൽ മാത്രം വരില്ല. സാധാരണ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു അപകീർത്തിപ്പെടൽ എന്ന് പറയുന്ന പരിധിക്കകത്ത് നിന്നു പോകും. അപ്പം ഡിഫമേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. പോലീസിന് കേസെടുക്കാൻ പറ്റത്തില്ല 356 BNS. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോയിങ് ഉള്ള ഒരു മാസ് ലീഡറാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി ആരെങ്കിലും എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേണമെന്നുണ്ടെങ്കിൽ BNS 192 Ransomware giving provocation with intent to cause riot എന്ന് പറയുന്ന സെക്ഷൻ 4 കേസെടുക്കാൻ സാധിക്കും. കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ ട്രാൻസ്ജെൻഡർ വുമൺ ഒരു അൺക്വാളിഫൈഡ് അപ്പോളജി, അവരുടെ തെറ്റ് മനസ്സിലാക്കി ഒരു അൺക്വാളിഫൈഡ് അപ്പോളജി ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയ വഴി നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കേസെടുക്കണം എന്നുണ്ടെങ്കിൽ കാര്യം എന്തൊക്കെയാണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ചാർത്തിയിട്ട് അവരെ 196 BNS പ്രകാരം കേസ് ചാർജ് ചെയ്യാവുന്നതാണ്. ആ 196 BNS ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ആ കോഗ്നൈസബിൾ ഒഫൻസിനോടൊപ്പം തന്നെ 356 BNS എന്ന് പറയുന്ന നോൺ കോഗ്നൈസബിൾ ഒഫൻസ് BNSS 174(4) പ്രകാരം എടുക്കാവുന്നതാണ്. അതായത് വേറെ കേസ് റിലേറ്റ്സ് ടു 2 more offenses of which at least one is cognizable, the case shall be deemed to be a cognizable one എന്നാണ് പറയുന്നത്. BNSS 174(4). അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കോഗ്നൈസബിൾ ഒഫൻസിന്റെ കൂടെ നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു ഒഫൻസ് എങ്കിലും കോഗ്നൈസബിൾ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ 192 ക്ലിയർലി കോഗ്നൈസബിൾ ആണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ലീഡറെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഫോളോവേഴ്സിന് അത് റൈറ്റിംഗിലേക്ക് നയിക്കാവുന്ന, ഫോളോവേഴ്സിന്റെ റൈറ്റിംഗിലേക്ക് നയിക്കാവുന്ന ഒരു സാധ്യത കാണിച്ചുകൊണ്ട് കേസെടുക്കാനുണ്ട്. അതേസമയം ഇത് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ ഒരു ഒഫൻസ് ആയിട്ടൊന്നും എടുക്കാനായിട്ടുള്ള സ്കോപ്പ് ഇല്ല. പല വകുപ്പുകളും ഉണ്ട്, ഒഫൻസസ് അഗൈൻസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എടുക്കാനായിട്ടുള്ള വകുപ്പൊന്നും ഇതിനകത്തില്ല. പിന്നെ ഈ പറഞ്ഞ 2 സെക്ഷൻസും സ്റ്റേഷൻ വേരിയബിൾ ഒഫൻസസ് ആണ്. 2 പേരുടെ ആൾ ജാമ്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ബീഹാർ July 2, 2014 സുപ്രീം കോർട്ട് ഡയറക്ഷൻ അനുസരിച്ച് 7 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാത്ത ഒഫൻസുകൾ ചാർത്തപ്പെട്ടാൽ 2 പേരുടെ ആൾ ജാമ്യത്തിൽ സ്റ്റേഷൻ ജയിൽ കൊടുക്കണം. എല്ലാന്നുണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഞാനത് വീണ്ടും ആവർത്തിക്കില്ല, നിലനിന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ ലേഡി സ്റ്റേഷൻ ജാമ്യത്തിന് എൻടൈറ്റിൽഡാണ്. കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ കേസിന് വലിയ ശിക്ഷയൊന്നും കിട്ടുകയൊന്നുമില്ല, വിട്ടയക്കാനാണ് സാധ്യത.
കാരണം ഫസ്റ്റ് ടൈം ഒഫൻഡർ ആണ്. ഫസ്റ്റ് ടൈം ഒഫൻഡർ മാത്രമല്ല, അവർ അൺക്വാളിഫൈഡ് ആയിട്ട് അപ്പോളജി നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പിന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് ചില ആളുകൾ, ചില ഗ്രൂപ്പുകൾ സംഘടിച്ച് ചെയ്യുന്ന ഒരുതരം FIR ടെററിസം എന്ന് പറയും. അതിപ്പോ രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ സ്റ്റേറ്റുകളിൽ കൊടുത്തിട്ടുണ്ട്, പല ആക്ടിവിസ്റ്റിനെതിരെ വിവിധ സ്റ്റേറ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒക്കെ ക്ലബ് ചെയ്ത് ഒരു ജുറിസ്ഡിക്ഷനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് പലപ്പോഴും. പക്ഷെ ഇപ്പോൾ ഇവരെ പോലത്തെ ഒരു വ്യക്തിയിലെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓരോ സ്റ്റേഷനിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പാവും. അവരെയൊക്കെ ഹരാസ് ചെയ്യും. അവർക്കായിട്ടുള്ള ഫൈനാൻഷ്യൽ മീൻസ് ഒന്നും കാണത്തില്ല ഇത് ഫൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അവരെ ഹരാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുവദിക്കുമെങ്കിൽ ഞാൻ മറ്റു ചില കാര്യങ്ങളും കൂടെ ചൂണ്ടിക്കാണിക്കാം. തീർച്ചയായിട്ടും സർ, പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഇതിനേക്കാളും മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. സംഘ് പരിവാർ BJP വൃത്തങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതൃത്വത്തെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയുടെ മകനായ സഞ്ജയ് ഗാന്ധിയുടെ പിതൃത്വത്തെക്കുറിച്ച്, ശ്രീമതി സോണിയാഗാന്ധിയെക്കുറിച്ച്, ശ്രീമതി സോണിയാഗാന്ധിയുടെ പുത്രനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെക്കുറിച്ച്, ഇതെല്ലാം ഇന്ന് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇറ്റ് ഇസ് സ്റ്റിൽ എ കണ്ടിന്യൂയിങ് ഒഫൻസ്. അതിനെല്ലാം FIR ഇടിക്കാമെന്നാണ്. പല പ്രമുഖർക്കെതിരെ FIR ഇടിക്കാനായിട്ട് ഇത്തരം അവരുടെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലുണ്ട്. പല വ്യക്തികളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. കേസസ് മൈറ്റ് ബി രജിസ്റ്റേർഡ് അഗൈൻസ്റ്റ് യു. മിക്കവരും വിഡ്രോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഗൗരവം മനസ്സിലാക്കി. പക്ഷെ ചിലർ ധാർഷ്ട്യത്തിൽ ഇപ്പോഴും അത് അവരുടെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലുണ്ട്. അതെല്ലാം ആരെങ്കിലും എടുത്ത് ഒരു ട്രെൻഡ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കേസിൽ പോലീസ് FIR ഇട്ടാൽ സമാന്തര ഒഫൻസുകളാണ് ആ ഒഫൻസുകൾ ചാർത്തി മറ്റുള്ളവർക്കെതിരെ FIR ഇടാൻ സ്കോപ്പ് കൊടുക്കും. അപ്പൊ അത് ഇതിനകത്ത് നമ്മളുടെ രാജ്യത്തുള്ള ഒരു പൊളിറ്റിക്കലായിട്ട് പബ്ലിക് ഡിസ്കോഴ്സിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് വളരെ അധികം മൂല്യച്യുതി വന്നതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ നേതാക്കളെയും മറ്റ് പ്രമുഖ വ്യക്തികൾക്കുമെതിരെയൊക്കെ ഇതുപോലത്തെ വളരെ മ്ലേച്ഛമായിട്ടുള്ള, മോഡിയെ കുറിച്ച് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യം. ഒരിക്കലും ആരും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തും ആരെക്കുറിച്ച് പറയാമെന്നുള്ള ഒരു കൾച്ചർ, അത് നിർത്തുന്ന എല്ലാവർക്കും നന്നായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് സൂചിപ്പിക്കാം. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുചെന്ന് ഈ ട്രാൻസ്വുമണിനെതിരെ FIR രജിസ്റ്റർ ചെയ്താൽ അതിനകത്ത് ഈ ട്രാൻസ്വുമണിനെതിരെ 192, അതായത് റൈറ്റ് കോസ് ചെയ്യാനായിട്ടുള്ള പ്രവൃത്തി അവർ ചെയ്തു എന്ന് കേരള പോലീസ് FIR ഇട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും പോലീസ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരുപാട് ത്രെറ്റ്സ് ഉണ്ട്. അതെ, ഭീഷണി കോളുകൾ നിരന്തരം വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊവക്കേഷൻ വിത്ത് ഇന്റൻഷൻ ടു കോസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും അവർക്കെതിരെ, അല്ലാതെ റൈറ്റിംഗ് നടക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലാന്നുണ്ടെങ്കിൽ ഗവർണർക്കെതിരെയോ ആഭ്യന്തരമന്ത്രിക്കെതിരെയോ പോലീസ് സ്റ്റേഷനെതിരെയോ അല്ല. ഈ പറഞ്ഞ വ്യക്തി, പ്രകോപനം ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെ ആയിരിക്കണമല്ലോ റൈറ്റിംഗ് നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ പ്രകോപനം ഉണ്ടാക്കിയ വ്യക്തി എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും അവരൊരു ഹ്യൂമൻ ബീയിങ്ങും ഇന്ത്യൻ സിറ്റിസണും ആയതുകൊണ്ട് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ പോലീസ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പം അതുകൊണ്ട് അവർക്കൊരു ഗ്രേവ് ത്രെറ്റ് ഉണ്ടെന്ന് പോലീസ് തന്നെ ഈ 192 അവർക്കെതിരെ ചാർത്തുമ്പോൾ പോലീസ് തന്നെ അഡ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴേ കൊടുക്കുന്നതാണ് നല്ലത്. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുന്നത്, ഒരു
മറ്റൊരു കലാപത്തിലേക്ക് കലാപമല്ല, ഒരു എന്താ അതിനൊരു നല്ല വാക്ക് എനിക്ക് കിട്ടുന്നില്ല. യാതൊരു വിധത്തിലെ ബോധവും വിവരവും ഇല്ലാത്ത ആളുകൾ അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും സർ. അങ്ങനത്തെ ഒരു വിഭാഗത്തെയാണ് അവർ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈശ്വരലി വയലന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെയാണ് അവര് ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത് ഇപ്പൊ ആ ഗ്രൂപ്പ് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ ഗ്രൂപ്പുകളും ഈശ്വരലി വയലന്റ് ആണ്. അവരെല്ലാം ഇതുപോലെ താഴുന്നു. ഞാൻ ഒരു ഗ്രൂപ്പിന് മാത്രമായിട്ടൊന്ന് പറയുന്നേ. അപ്പൊ ഒരു ഗ്രൂപ്പിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലൈഫ് അണ്ടർ ത്രെറ്റ്, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. അവർ ചെയ്തത് വളരെ മോശമാണ്. ഹി ഹാഡ് ടു ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് അവർ ആക്ഷൻ. അതിങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ കോടതിയിൽ കയറേണ്ടി വരും എന്നൊക്കെ ആളുകൾക്ക് ബോധം വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൽ നിന്നും ആളുകൾ പിന്മാറും. തീർച്ചയായിട്ടും. മാത്രമല്ല അവര് ഒരു ഞാൻ അവർക്ക് ഇപ്പോഴാണ് അവരെ കുറിച്ച് അറിയുന്നത്. ഞാനത് നോക്കിയപ്പോഴത്തേക്കും യാതൊരു കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ആളാണ്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്തോ പറഞ്ഞു, അവരാ തെറ്റ് തിരുത്തി അവര് അപ്പോൾ തന്നെ നിരുപാധികം ക്ഷമാപണവും നടത്തി. അത് കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഹൈന്ദവ പൈതൃകത്തെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികൾ അവരോട് പൊറുക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്ക് 100% ഉറപ്പുണ്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം അറിഞ്ഞാൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാനുള്ള വിശാലമായ ഒരു ഹൃദയമുണ്ട്. തീർച്ചയായിട്ടും ക്ഷമാപണം അത്തരം രീതിയിലുള്ള ക്ഷമാപണമാണ് ഈ പാവപ്പെട്ട വ്യക്തി അവരുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ വേണ്ട വിവരക്കേട് കൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അവർ ക്ഷമാപണം നടത്തിയ സ്ഥിതിക്ക് അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും BJP സംഘപരിവാർ പ്രവർത്തകർ തയ്യാറാകണമെന്നാണ് എനിക്ക് അവരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാൻ. തീർച്ചയായിട്ടും. മാത്രമല്ല, ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ പലർക്കുമെതിരെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള ഇതേ വിവേകമില്ലായ്മകൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല, ഇത്തരക്കാർക്ക് എല്ലാം എതിരെ ഒരു നിയമപരമായിട്ട് ഇതിനൊക്കെ ഒരു വിലങ്ങ് ഇടാൻ വേണ്ടിയിട്ട് നിയമം വരികയല്ലേ ശരിക്കും വേണ്ടത്? സാർ പറഞ്ഞതുകൊണ്ട് എനിക്കത് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പൊ ജാൻമണിയുടെ വിവരത്തെ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഐശ്വര്യ. ഇതിനകത്ത് നിയമം കൊണ്ടുവന്ന് ആളുകളുടെ ഫ്രീ സ്പീച്ചിനെ കേർബ് ചെയ്യാൻ പാടില്ല. സ്വയമേ തോന്നണം ഞാൻ എന്റെ സംസ്കാരത്തിന് പറ്റിയതല്ല. ഇതൊക്കെ ഒരു സംസ്കാരം ഉള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളല്ല. ഒരു കാര്യം ശരിയാണെങ്കിൽ പോലും, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെങ്കിൽ പോലും പൊതു ഇടങ്ങളിൽ സംസ്കാരമുള്ള വ്യക്തികൾ വേറെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നു. അപ്പൊ സ്വയമേ ആളുകൾക്ക് തോന്നണം ഇത് എന്റെ നാടിന്റെ പൈതൃകമല്ല, എന്റെ നാടിന്റെ പൈതൃകമല്ല, എന്റെ സംസ്കാരത്തിന്റെ പൈതൃകമല്ല. മറ്റുള്ളവരുടെ ഇത്തരം മ്ലേച്ഛമായ രീതിയിൽ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കുന്നത് ഒരു പാശ്ചാത്യ പൈതൃകത്തിൽ വരുന്ന ഒരാളുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിലടക്കം പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ പ്ലക്കാർഡ് വരെ പിടിച്ചിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ പദങ്ങളൊന്നും നമ്മൾ പൊതുയിടങ്ങളിൽ ഉപയോഗിക്കാറില്ല. നമ്മുടെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. ഞാൻ ആ വാക്ക് തന്നെ വളരെ വിഷമിച്ചാണ് ഇവിടെ പറഞ്ഞത്. കാരണം പൊതു ഇടങ്ങളിൽ നമ്മളാരും ഈ ഭാഷകളൊന്നും ഉപയോഗിക്കില്ല. അതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം. അപ്പൊ അതൊക്കെ മറന്നുകൊണ്ട് പല വ്യക്തികളും ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ഫ്രീ സ്പീച്ചിനെ നമുക്ക് കേർബ് ചെയ്യാൻ ഒക്കില്ല. മറിച്ച് വേണ്ടത് ഇപ്പോൾ നരേന്ദ്രമോദി എത്രത്തോളം പോപ്പുലറാണ് അതുപോലെ തന്നെ
ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാക്കളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധി. എന്തിനു പറഞ്ഞ മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും ഇത്തരം രീതികളിലെ പല പരാമർശങ്ങളും നടത്തുന്നു. അപ്പം അവരെയൊക്കെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ കുറിച്ച് പറയുന്നത് കേട്ടാൽ അതൊന്നും നമുക്ക് കേൾക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സ്വമേധയാ ഇതേ സെക്ഷൻസ് എടുത്ത് പോലീസിന്റെ കേസ് അവർക്കെതിരെ എടുക്കാവുന്നതാണ്. ഇപ്പം ഈ ട്രാൻസ്വുമണിനെതിരെ കേസ് കൊടുത്താൽ മറ്റ് പലരും അതേ പോലീസ് സ്റ്റേഷനിലെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളെ പറഞ്ഞിട്ടുള്ള ആളുകൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്താൽ പോലീസിന് കേസെടുക്കാതിരിക്കാൻ ഒക്കില്ല. കേസെടുക്കേണ്ടി വരും. പോലീസിന് ഇത് തന്നെ ജോലിയാണ്. അതിന് പകരം ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയവര് മാന്യമായിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് അവർക്ക് നല്ലത്. പിന്നെ കുറച്ച് BJP പ്രവർത്തകര് അവര് ഒന്നുകൂടെ ഇതിനെക്കുറിച്ച് അവര് റീകൺസിഡർ ചെയ്യും. അൺക്വാളിഫൈഡ് അപ്പോളജി തന്നിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഞങ്ങൾ വീണ്ടും പോകണമോ വേണ്ടത്, അല്ലെങ്കിൽ അവര് BJP കേന്ദ്ര നേതൃത്വമായിട്ട് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം നിരുപാധികം മാപ്പ് ചോദിച്ചു, നിരുപാധികം ക്ഷമാപണം ചോദിച്ചു എന്ന് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം അറിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് അദ്ദേഹം പറയും അവരോട് ക്ഷമിക്കാൻ. തീർച്ചയായിട്ടും സർ. ഇവിടെ ജാൻമണിദാസ് എന്ന് പറയുന്ന ഈ ട്രാൻസ്ജെൻഡർ യുവതി നിരന്തരമായിട്ട് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ്. ഇതിന് മുന്നേയും അവർ മോദിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് മോദി ആണും പെണ്ണും അല്ലാത്ത ഒരു പെണ്ണാച്ചിയാണ്, ആണും പെണ്ണും കെട്ട ഒരു പെണ്ണാച്ചിയാണ് എന്ന് പറയുന്ന ഒരു വാക്ക് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അവര് അപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാള് അത്തരത്തിൽ പറയുന്നത് ഇങ്ങനത്തെ ഒരു വിഭാഗത്തിനെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ളത് കൂടിയാണല്ലോ. ഇത്തരം വിവരങ്ങൾ അവരുടെ ഒരു തീർച്ചയായിട്ടും ഞാനോ ഐശ്വര്യയോ ആ വിഭാഗത്തിലെ ആളുകളെ കുറിച്ച് ഇങ്ങനെ ജെൻഡർ ഷെയർ ചെയ്താൽ നമുക്കെതിരെ കേസ് വരും. ഞാനോ ഐശ്വര്യം ചെയ്താൽ ജെൻഡർ ഷെയർ ചെയ്താൽ അവർക്ക് നമുക്കെതിരെ കേസ് വരും. കാരണം ആ ജെൻഡറിൽ പെടുന്നവർക്ക് എന്തോ മോശക്കാരാണെന്നാണ് വരുത്തിപ്പിടിക്കാൻ പറ്റും പറഞ്ഞു ശ്രദ്ധിക്കുന്നത്. ആ ജെൻഡറിൽ ജനിക്കുന്നവരും ഹ്യൂമൻ ബീങ്സ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ നരേന്ദ്രമോദിയെ രാഷ്ട്രീയപരമായി എതിർത്ത എനിക്ക് അദ്ദേഹത്തോട് കടുപ്പമുള്ള എതിർപ്പുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് പ്രധാനമന്ത്രി ആയതുകൊണ്ടല്ല, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ബേസിക് റെസ്പെക്ട് ഉണ്ട്. പിന്നെ പ്രധാനമന്ത്രിയുടെ പദത്തിൽ ഒരാൾ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഒരാൾ ഇരിക്കുമ്പോൾ ആ പദവിയെ നമ്മൾ മാനിക്കേണ്ടതായിരുന്നു ഒരു പരിധി വരെ. ആ വ്യക്തി ചെയ്യുന്ന എന്തോ അങ്ങ് അംഗീകരിക്കുക എന്നുള്ളതല്ലേ. പക്ഷെ അതൊക്കെ ഒരു മാന്യത. ഇവരെ കുറിച്ച് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇന്നാണ് ഇവരുടെ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പറഞ്ഞ കാര്യം മാത്രം ഒരാൾ അയച്ചു കഴിഞ്ഞ് ഞാൻ കാണുകയും ചെയ്തതാണ്. നേരത്തെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന് തിരുത്താനായിട്ടുള്ള അവസരമായിരിക്കും. ഇതൊരു നല്ല പാഠമാണ്. തീർച്ചയായിട്ടും. അവരിങ്ങനെയൊക്കെ പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്, അദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും ആളുകളുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്താൻ ആളുകളുണ്ട് എന്നുള്ളൊരു ബോധം നരേന്ദ്രമോദിയെ കുറിച്ച് അസത്യം പറയുന്ന ആരാണെങ്കിലും അവർക്കും വേണം. തീർച്ചയായിട്ടും. അല്ലാതെ അതിന്റെ ഫ്രീ സ്പീച്ചിനെ കേൾപ്പിയൊന്നും ശരിയല്ല. ഇതൊന്നും നമുക്ക് റെഗുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ആരെക്കുറിച്ച് ഒന്നും മിണ്ടാനൊക്കെ അതായി. തീർച്ചയായിട്ടും സാർ പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലൊരു ട്രെൻഡ് അവസാനിക്കുകയാണ് വേണ്ടത്. ആരെയും എന്തും പറയാമെന്നുള്ള ട്രെൻഡ് അവസാനിക്കുക എന്നുള്ളത് ഇതുകൊണ്ടൊക്കെ ഒരു പാഠമാവാൻ കഴിയട്ടെ എന്ന് വിചാരിക്കാം നമുക്കും. ഇപ്പൊ നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറയുന്നു. എനിക്ക് നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് വരെ ചില ആളുകൾ പറഞ്ഞു. അതെ, അവരും ഇതുപോലെ തന്നെ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ പദത്തിന് പ്രതീകാത്മകമായി വെടിവെക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ. അത് ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, കേസുകളൊക്കെ ആയിട്ടുണ്ട്. അതായത് മരിച്ച ഗാന്ധിയോട് ഇത്രയും ദശാബ്ദമായിട്ടും അവരുടെ പക തീർന്നിട്ടില്ല.
അതെ. അവർ ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ഗാന്ധി കൊണ്ടുള്ള പക പോലും അവർക്ക് തീർന്നു. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു എന്താ പറയുന്നത്, നമ്മളുടെ രാജ്യത്തെ മൂല്യശുദ്ധിയാണെന്ന് പറയേണ്ടി വരും. വാല്യൂസ് ഒക്കെ ഡിറ്റീറിയേറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും സർ. ഇതെന്തായാലും ഇങ്ങനെയൊന്നും അല്ല. അതെ. അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ വ്യക്തിയെ കുറിച്ച് അനാവശ്യം ഒന്നും പറയില്ല പണ്ട്. അതെ. അതെന്ത് ചെയ്യാനൊക്കെ രാജ്യം അങ്ങനെ ആയി പോകുന്നു. പുതിയ തലമുറയ്ക്ക് പുതിയ രീതികൾ വരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും സർ, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹിക്കാം. ശരി സർ, താങ്ക് യു. ഓക്കെ, ശരി, താങ്ക് യു.